ആൻഡ് iOS 26.1 പുതിയ ബീറ്റ ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു അപ്ഡേഷൻ വന്നിരിക്കുന്നത് ഏകദേശം 1.5 GB എൻ്റെ iPhone 11 വന്നിരിക്കുന്നത്. മിക്കവാറും എല്ലാ ഡിവൈസിലും ഒരു 2 GB താഴത്തായിരിക്കും ഈ ഒരു അപ്ഡേഷൻ വരാനുള്ള ചാൻസ്. ഇതിൻ്റെ കൂടെ തന്നെ ആപ്പിൾ കുറേയധികം പുതിയ ആപ്പിളിൻ്റെ ബീറ്റ അപ്ഡേറ്റ്സും റിലീസ് ചെയ്യുന്നുണ്ട്. macOS, watchOS, tvOS എന്നിങ്ങനെ കുറേയധികം ബീറ്റാസും റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു അപ്ഡേഷനിൽ നമുക്ക് iOSനെ മെയിൻ ഫോക്കസ് ചെയ്ത് സംസാരിക്കാം. ഇതേപോലെ ആപ്പിളിലെ റെഗുലർ ആയിട്ടുള്ള അപ്ഡേറ്റ്സും ടിപ്സും ട്രിക്സും എല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്യാം. പക്ഷേ നമുക്ക് ഒരു വലിയ കാര്യം തന്നെയാണ്. സോ ദിസ് ഇസ് യുവർ വിൻ സേവിയർ. വെൽക്കം ബാക്ക് ടു എവിക്ക. തുടർന്ന് തന്നെ നമുക്ക് ഈ അപ്ഡേഷൻ്റെ ബിൽ നമ്പർ സ്റ്റാർട്ട് ചെയ്യാം. അതിന് നേരെ സെറ്റിങ്സിലേക്ക് പോകാം. ഇവിടെ ജനറൽ എബൌട്ട് സെക്ഷൻ ഇപ്പോൾ നമ്മുടെ സോഫ്റ്റ് വെർഷൻ ടാപ്പ് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും iOS 26.23b5059 എന്ന ഇത്രയും നാൾ വന്നിരിക്കുന്ന ഓരോ ബീറ്റയിലും ഏറ്റവും വലിയൊരു ബിൽ നമ്പറായിട്ടാണ് എനിക്ക് ഈ ഒരു അപ്ഡേഷൻ ബിൽ നമ്പർ ഫീൽ ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് പുതിയ ഒരു മോഡേൺ ഫോമിൻ്റെ അപ്ഡേഷനും ആപ്പിൾ തരുന്നുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഡിസൈൻ ചേഞ്ചിന് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഫുൾ വേർഡിങ്സിൻ്റെ അലൈൻമെൻറ്റ് ലെഫ്റ്റിലേക്ക് മാറ്റുന്നുണ്ട്. ഇത് സെറ്റിങ്സിൽ മാത്രമല്ല, നിങ്ങൾക്ക് ഇപ്പോൾ വൈഫൈ എടുത്താലും സെയിം ആ ഒരു അലൈൻമെൻറ്റ് കാണാം, ബ്ലൂടൂത്ത് എടുത്താലും ആ ഒരു അലൈൻമെൻറ്റ് കാണാം. ഇങ്ങനെ മൊത്തമായിട്ട് ആപ്പിൾ ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് ആ ഒരു അലൈൻമെൻറ്റ് മാറ്റിയിട്ടുണ്ട്. ഇത് ഈ ഒരു ഡിസൈൻ ചേഞ്ച് മാത്രമല്ല, കുറേയധികം കൂട്ടർക്ക് ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ്റെ ഡോക്കിലും ഈ ലിക്വിഡ് ഗ്ലാസ് എഫക്റ്റ് കുറച്ച് ഇമ്പ്രൂവ്ഡ് ആയതുപോലെ അത് വാൾപേപ്പർ അനുസരിച്ച് ഈ പറയുന്ന എഫക്റ്റിന് മാറ്റമുണ്ടാകും. പക്ഷേ കുറേയധികം കൂട്ടുകാർക്ക് ഈ പറഞ്ഞ ഡോക്കിലും ആ ഒരു ചേഞ്ച് ഫീൽ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം അടുത്ത വന്ന ഡിസൈൻസാണ് നമ്മുടെ ഫോൾഡേഴ്സിലും ഫോൺ സൈസ് അത്യാവശ്യം തിക്കായിട്ടും ലെഫ്റ്റിലേക്കും അലൈനായിട്ടുണ്ട്. കുറച്ചുകൂടി വലിയ ഒരു പേരെടുക്കാം. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാ ടെക്സ്റ്റും കുറച്ചും തിക്കറാണ്. കുറേ നാളായിട്ട് നമുക്ക് തിന്നായിട്ടുള്ള ഒരു ഫോണ്ടാണെങ്കിൽ ഈ ഒരു വട്ടം അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെയാണ് ഈ ഒരു ഫോണ്ട് വന്നിരിക്കുന്നത്. ഈ ഒരു ലെഫ്റ്റ് അലൈൻമെൻറ്റിൽ വരാത്തത് ഒരേ ഒരെണ്ണം ഞാൻ കണ്ടുപിടിച്ചത് എനിക്കറിയാവുന്നത് ഈ ഒരു സിറിയാണ്. സിറി ഇപ്പോഴും സെൻട്രൽ അലൈൻഡ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്, ലെഫ്റ്റിലേക്ക് മാറിയിട്ടില്ല. നിങ്ങളൊരു ബീറ്റ ടെസ്റ്റ് ആണെങ്കിൽ ഇതേപോലത്തെ ചേഞ്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. അടുത്ത വരുന്ന മാറ്റം എന്നാൽ കുറേയധികം നാളുകൾക്ക് മുമ്പ് ആപ്പിൾ റാപ്പിഡ് സെക്യൂരിറ്റി എന്ന ഓപ്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. നമുക്ക് വേണ്ട സെക്യൂരിറ്റി പാച്ചിന് വേണ്ടിയായിരുന്നു ആ ഒരു ഓപ്ഷൻ ആപ്പിൾ എനേബിൾ ചെയ്തത്. പക്ഷേ ആപ്പിൾ അത് ബാക്ക് ഔട്ട് ചെയ്തു. ഇപ്പോൾ ഒരു പുതിയ ഓപ്ഷനായിട്ട് ആപ്പിൾ സെക്യൂരിറ്റി അപ്ഡേറ്റിന് വേണ്ടി വന്നിട്ടുണ്ട്. നേരെ സെറ്റിങ്സ് എടുക്കാം. അവിടെ താഴത്തേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്തിട്ടുണ്ട് ഈ പറഞ്ഞ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന ഓപ്ഷൻ എടുക്കാം. അതിന് ഏറ്റവും താഴത്തേക്ക് പോകുമ്പോൾ ഇവിടെ നിങ്ങൾ കാണാൻ പറ്റും ബാക്ക്ഗ്രൗണ്ട് സെക്യൂരിറ്റി ഇംപ്രൂവ്മെൻറ്റ്സ് എന്ന പുതിയ ഓപ്ഷൻ. അത് ടാപ്പ് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു പുതിയ ഓപ്ഷൻ എനേബിൾ ആയിരിക്കും കാണാൻ പറ്റും. ഓട്ടോമാറ്റിക്കലി ഇൻസ്റ്റാൾ ചെയ്യുന്ന ബാക്ക്ഗ്രൗണ്ടിൽ ഈ പറഞ്ഞ സെക്യൂരിറ്റി ഇമ്പോർട്ടൻറ്റ് ഫയൽസ് എല്ലാം ആവശ്യമുള്ള രീതിയിൽ നമ്മുടെ ഐഫോൺ തന്നെ അത് ഡൗൺലോഡ് ചെയ്യുകയും എന്തെങ്കിലും മാറ്റങ്ങൾ വേണമെങ്കിൽ ആ ഓരോ സെക്യൂരിറ്റി പാച്ച് മാറ്റി പുതിയതിനു വേണ്ടി റിമൂവ് ചെയ്യുകയും ആപ്പിൾ തന്നെ നമ്മുടെ ഐഫോൺ സെറ്റ് ചെയ്തോളും. അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി ഈ പറഞ്ഞ ഇൻസ്റ്റലേഷൻ ചെയ്യണമെങ്കിൽ ആപ്പിൾ ഈ ഒരു ഓപ്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. മേ ബി ഫ്യൂച്ചറിലേക്ക് വരുന്ന ഓരോ പുതിയ അപ്ഡേറ്റിലും ഇതിൻ്റെ റിഫൈൻമെൻറ്റും അപ്ഡേറ്റും ആപ്പിൾ മിക്കവാറും കൊണ്ടുവരാനുള്ള ചാൻസ് ഉണ്ട്. അടുത്ത വന്നിരിക്കുന്ന വണ്ടർഫുൾ ചേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ക്ലോക്ക് ആപ്പിലാണ്. അലാറം സെറ്റിങ്സിൽ ഇത്രയും നാൾ നമ്മൾ കണ്ട ഒരു UI അല്ല ഇപ്പോൾ ഈ ഒരു അപ്ഡേഷനിൽ വന്നിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒരു അലാറം സെറ്റ് ചെയ്യാം. ഈ പറഞ്ഞ 74 വെച്ചിട്ട് ഡൺ കൊടുത്തു. നമുക്ക് ലോക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും. ജസ്റ്റ് ഞാൻ ലോക്ക് ചെയ്തു. ഇനി നിങ്ങൾക്ക് ആ ഒരു UI ചേഞ്ച് കാണാൻ പറ്റും. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. 7:43 ആവുന്നവരെ 44 ആവുന്നവരെ നമുക്ക് അലാറം വന്നിട്ടുണ്ട്. ഇവിടെ ഈ ഒരു അലാറം നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സ്ലൈഡ് ടു സ്റ്റോപ്പ് എന്ന് പറഞ്ഞ പുതിയ പേരിലാണ് ഈ ഒരു ഓപ്ഷൻ സ്റ്റോപ്പിന് വേണ്ടി വന്നിരിക്കുന്നത്. ഇത് ജസ്റ്റ് നമുക്കിന്ന് സ്വൈപ്പ് ചെയ്യാം. സ്റ്റോപ്പ് ആയിട്ടുണ്ട്. എന്താണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ ആക്സിഡൻ്റലി നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ക്ലോക്കിൽ അലാറം വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ ഈ പറയുന്ന ക്ലോക്ക് ചിലപ്പോൾ ഡിസ്പെൻസ് ആയി പോകുന്നു, അല്ലെങ്കിൽ ആ ഒരു അലാറം നമുക്ക് സ്റ്റോപ്പ് ആവുന്നു. ആ ഒരു ആക്സിഡൻ്റൽ സ്റ്റോപ്പ് നിർത്താൻ വേണ്ടിയാണ് ഇപ്പോൾ ഐഫോണിൽ ഈ ഒരു പുതിയ ചേഞ്ച് ക്ലോക്കിൻ്റെ അലാറത്തിൽ വന്നിരിക്കുന്നത്. അടുത്ത വരുന്ന മാറ്റം ഹൈപ്പർ ടെൻഷൻ്റെ അലേർട്ട് ഇപ്പോൾ നമ്മുടെ ഐഫോണിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. iOS 26.1 ഈ ഒരു ബേറ്റിലാണ് തിരിച്ചു വന്നിരിക്കുന്നത്. കുറേയധികം യൂസേഴ്സിന് ഈ ഒരു കാര്യം ബ്ലോക്ക് ആയിരുന്നു, അല്ലെങ്കിൽ ടെമ്പറലി ഷട്ട് ഡൗൺ ആയിരുന്നു. ആ ഒരു ഓപ്ഷൻ iOS 26 ഈ ഒരു അപ്ഡേഷനിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. അതോടൊപ്പം അടുത്തൊരു മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോട്ടോസ് ആപ്പിൽ കുറച്ചധികം ചേഞ്ച് ആപ്പിൾ കൊണ്ടുവന്നുണ്ട്.
നേരെ ഈ പറയുന്ന ഓപ്ഷൻ എടുക്കുമ്പോൾ ഒരു എൻലാർജ് ആയിട്ടുള്ള ഫോട്ടോ എടുക്കുമ്പോൾ എല്ലാ ഡീറ്റെയിൽസും ഇപ്പോൾ ലിക്വിഡ് ഗ്ലാസിൻ്റെ ആ ഒരു ഓപ്ഷനിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. കഴിഞ്ഞൊരു ബേറ്റയിൽ നമുക്ക് ഒരു ഫ്രോസ്റ്റഡ് ഗ്ലാസിൻ്റെ എഫക്റ്റ് ആയിരുന്നെങ്കിൽ ഈ ഒരു അപ്ഡേറ്റിൽ ലിക്വിഡ് ഗ്ലാസ് തിരിച്ചു വന്നു. പക്ഷേ ആക്ച്വലി പേഴ്സണലി എനിക്ക് സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് ഈ ഒരു ഫോട്ടോസ് ആപ്പിൽ ലിക്വിഡ് ഗ്ലാസ് ഫ്രോസ്റ്റഡ് ആയിട്ടിരിക്കുന്നത് തന്നെയാണ് ബെറ്റർ എന്ന് എൻ്റെ ഒപ്പീനിയൻ. കാരണം ടെക്സ്റ്റ് കുറച്ചും കൂടെ വായിക്കാൻ എളുപ്പം ആ ഒരു ഫ്രോസ്റ്റഡ് ഗ്ലാസ്സിലായിരുന്നു. ഇവിടെ നിങ്ങൾക്ക് വായിക്കാം, പക്ഷേ ചില സർട്ടൻ ഫോട്ടോഗ്രാഫ്സിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഓപ്ഷൻ വായിക്കാൻ കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. അതോടൊപ്പം ജസ്റ്റ് നമ്മുടെ ഈ പറഞ്ഞ ഫോട്ടോസിൽ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യുമ്പോൾ ഇവിടെയും ചെറിയൊരു ഡിസൈൻ ചേഞ്ച് ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഡിലീറ്റ് ഓപ്ഷൻ പൊക്കത്തേക്ക് വന്നിട്ടുണ്ട്. നിങ്ങളുടെ iOS 26.0.1 എന്ന ഡിവൈസിൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഡിലീറ്റ് ഓപ്ഷൻ നേരെ താഴത്തായിരിക്കും. ആ ഒരു ഡിസൈൻ ചേഞ്ച് നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടിയാണ് ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. അടുത്തൊരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഡിവൈസ് അപ്ഡേറ്റിന് ശേഷം അപ്പോൾ തന്നെ ഫോട്ടോസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്യാമറ ഫ്ലാഷ് ഡിസേബിൾഡ് ആയിരിക്കും. ഈ ഓപ്ഷൻ നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷേ അതിന് പുതിയ പ്രോംപ്റ്റാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ പറഞ്ഞ ഐഫോണിന് കൂൾ ഡൗൺ ആവാൻ കുറച്ച് സമയമെടുക്കും, എന്നാൽ മാത്രമാണ് ഫ്ലാഷ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാമറ പ്രോംപ്റ്റ് ഇപ്പോൾ ഐഫോൺ കുറച്ചുകൂടെ എൻഹാൻസ്ഡ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. സോ അപ്ഡേറ്റിന് ശേഷം അപ്പോൾ തന്നെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഡിവൈസ് കംപ്ലീറ്റ്ലി ചൂടായിരിക്കും. ഈ പറഞ്ഞ ചൂടുള്ളത് കൊണ്ട് തന്നെ പല ആക്ടിവിറ്റീസും ആപ്പിളിന് അപ്പം തന്നെ പുഷ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഐഫോണിൽ പുഷ് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾക്ക് അപ്ഡേറ്റിന് ശേഷം ഗെയിം കളിക്കാൻ വെച്ചാൽ ഈ പറഞ്ഞ ഡിവൈസ് നല്ല ലാഗി ആയിരിക്കും. അതുകൊണ്ട് തന്നെ അപ്ഡേറ്റിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞ് നമ്മുടെ ഡിവൈസ് ഓട്ടോമാറ്റിക്കലി ബാക്ക്ഗ്രൗണ്ടിലെ എല്ലാ ആപ്ലിക്കേഷൻസും ഒപ്റ്റിമൈസ് ചെയ്ത ഡിവൈസ് ഒരു കൂൾ ഡൗൺ സ്റ്റേറ്റിലെത്തിയാൽ മാത്രമാണ് ഒരു പ്രോപ്പർ ഫങ്ഷനാലിറ്റി ഡിവൈസിന് ലഭിക്കുകയുള്ളൂ. സോ ഈ പറഞ്ഞ അലേർട്ട് പോലെ എല്ലാ പെർട്ടിക്കുലർ ആപ്ലിക്കേഷൻസിലും ഈ ഹീറ്റും തേർമൽ കാര്യങ്ങളും നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അടുത്ത വരുന്ന ചേഞ്ച് നേരെ നമ്മുടെ സെറ്റിംഗ്സിലേക്ക് പോയിട്ട് താഴത്തേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ് എന്ന ഓപ്ഷൻ എടുക്കുമ്പോൾ iOS 26 വാൾപേപ്പർ ആപ്പിൾ ഇവിടെ അലൈൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ നേരെ താഴത്തേക്ക് പോയി ഡിസ്പ്ലേ സൂം എടുക്കുമ്പോൾ ഇവിടെ iOS 8 വാൾപേപ്പറാണ് ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. ആ ഒരു ചേഞ്ച് ആപ്പിൾ ഇപ്പോഴും കൊണ്ടുവന്നിട്ടില്ല. മേ ബി അടുത്ത ബേറ്റയിൽ ആ ഒരു വാൾപേപ്പറിൻ്റെ ഓപ്ഷൻ കൂടെ ആപ്പിൾ കറക്റ്റായിട്ട് iOS 26 കൊണ്ടുവരാനുള്ള ചാൻസ് ഉണ്ട്. അടുത്ത വരുന്ന ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആപ്പിൾ സപ്പോർട്ട് ആപ്പിൽ ഒരു ലിക്വിഡ് ഗ്ലാസ് എഫക്റ്റ് ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. നേരെ നമ്മുടെ ഈ സപ്പോർട്ട് ആപ്പ് എടുക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആ ലിക്വിഡ് ഗ്ലാസ് എഫക്റ്റ് ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. ഇത് iOS 26.1 ബേറ്റഡ് അപ്ഡേറ്റ് ഇല്ല, ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ്റെ അപ്ഡേറ്റ് ആണ്. നിങ്ങളിപ്പോൾ iOS 26 ഏത് ഓപ്ഷനിലാണെങ്കിലും ആപ്പ് സ്റ്റോറിൽ പോയി കണ്ട് നിങ്ങൾക്ക് ഈ പറയുന്ന ആപ്പിളിൻ്റെ സപ്പോർട്ട് ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ലിക്വിഡ് ഗ്ലാസ് എഫക്റ്റ് നിങ്ങളുടെ ഐഫോണിലും ലഭിക്കുന്നതായിരിക്കും. ഇനി അടുത്തത് നമ്മുടെ ഈ അപ്ഡേറ്റിൻ്റെ ബഗ് ഫിക്സും നമുക്ക് സംസാരിക്കാം. കഴിഞ്ഞ iOS 26.1 ബേറ്റ 1 എനിക്ക് കുറേയധികം ബഗ്ഗുകൾ ഉണ്ടായിരുന്നു. പക്ഷേ എസ്പെഷ്യലി എനിക്ക് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്ത ബഗ് നമ്മുടെ ഫോൾഡേഴ്സ് എടുക്കുമ്പോൾ ഈ പറഞ്ഞ വിജിറ്റ് ബ്ലാക്കായി പോവുക അല്ലെങ്കിൽ വൈറ്റായി പോവുക, അങ്ങനെ ഒരു ബഗ്ഗായിരുന്നു. അത് ഭയങ്കര രീതിക്ക് അനുയോജ്യമായിരുന്നു. നമ്മുടെ ഡിവൈസ് എന്തെങ്കിലും കാര്യത്തിന് പെട്ടെന്ന് ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ആ ഒരു പോർഷൻ മാത്രം ഇങ്ങനെ കളർ ചേഞ്ച് ആവുന്നത് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. പക്ഷേ ഈ ഒരു അപ്ഡേഷൻ വന്നപ്പോഴത്തേക്കും ആ ഒരു ബഗ് ആപ്പിൾ അത്യാവശ്യം നന്നായിട്ട് തന്നെയാണ് റിഫൈൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇപ്പോൾ ആസ് ഓഫ് നോ എനിക്ക് യൂസ് ചെയ്യുമ്പോൾ യാതൊരു ബഗ്ഗും ഈ ഒരു അപ്ഡേറ്റിൽ ഫീൽ ചെയ്യുന്നില്ല. കുറച്ച് ലാഗി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഓഫ്കോഴ്സ് ഈ ഒരു ഡിവൈസ് കുറച്ച് ഏജ്ഡ് ആയിട്ടുണ്ട്. എസ്പെഷ്യലി iOS 26 റൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആനിമേഷൻസും അതിൻ്റെ കുറേയധികം ഫ്ലൂയിഡിറ്റിയും നമുക്ക് ഈ ഒരു ഡിവൈസിൽ ആപ്പിളിന് കൊണ്ടുവരാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ആ സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും തമ്മിലുള്ള ആ ഒരു അന്തരം ഈ ഒരു ഡിവൈസിൽ ശരിക്കും ഒരു ലാഗ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഡിവൈസിൽ ഞാൻ ഗെയിം കളിക്കുന്നുണ്ട്, അത്യാവശ്യം നല്ല രീതിക്കുള്ള ഹാർഡ് കോർ ആയിട്ടുള്ള പരിപാടികൾ ചെയ്യുന്നുണ്ട്. എന്നിട്ടും ഈ ഒരു ഡിവൈസ് സസ്റ്റെയിൻഡ് ആയിട്ട് എനിക്കൊരു പെർഫോമൻസ് തിരിച്ചു തരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഡിവൈസിൻ്റെ ബാറ്ററിയുടെ കാര്യം സംസാരിക്കുകയാണെങ്കിൽ ഓഫ് കോഴ്സ് ഇത് കുറച്ചധികം ഏജ്ഡ് ആയ ബാറ്ററിയാണ്. നമുക്ക് ഇപ്പോൾ ബാറ്ററി നോക്കുമ്പോൾ ഇവിടെ സർവീസാണ് കാണിക്കുന്നത്. സർവീസ് ഓപ്ഷനിൽ എൻ്റെ ഡിവൈസിൻ്റെ ബാറ്ററി ഹെൽത്ത് എന്ന് പറയുന്നത് 73 കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഫുൾ ഡേ എനിക്ക് ഈ ഒരു ഡിവൈസിൽ ചാർജ് ലഭിക്കാറില്ല. ആൻഡ് ഈ ഒരു ഡിവൈസിൻ്റെ തേർമൽ ആക്ടിവിറ്റിയുടെ കാര്യം പറയുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു അപ്ഡേറ്റിന് ശേഷം നല്ല രീതിക്ക് ഡിവൈസ് ചൂടാവും. അത് എല്ലാ ഡിവൈസും ചൂടാവും, അത് നോർമലാണ്. കാരണം ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലെ കുറേയധികം ആപ്ലിക്കേഷൻസും ഫണ്ടമെൻ്റലായ ചേഞ്ചസും ആപ്പിൾ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒപ്റ്റിമൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം മാത്രമാണ് ഈ പറഞ്ഞ കാര്യം നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഈ പറയുന്ന iOS 26.1 നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അൺയൂഷ്വൽ ബഗ്ഗോ ബാക്കി എന്തെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഫീഡ്ബാക്ക് ആപ്പിൽ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഈ ഒരു അപ്ഡേറ്റും ബാക്കി വരുന്ന അപ്കമിങ് ഇവൻറ്റിൻ്റെയും ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. മിക്കവാറും
ഒക്ടോബറിൽ ഒരു പുതിയ ഇവൻറ്റ് നമുക്ക് കാണാനുള്ള ചാൻസ് ഉണ്ട്. ആ ഒരു അപ്ഡേഷനിൽ തന്നെ നമുക്ക് ഐപാഡ്, മാക്ബുക്ക്, പുതിയ ഹോം പോഡ്, TV ആൻഡ് വിഷൻ പ്രോ എന്നിങ്ങനെ കുറേയധികം ഡിവൈസുകൾ വരാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് കിട്ടിയ റിപ്പോർട്ട്. മേ ബി ആപ്പിൾ ഇതൊരു ചെറിയ ഇവൻ്റ് പോലെ യൂട്യൂബിൽ ഹോസ്റ്റ് ചെയ്യും, അതിൻ്റെ കൂടെ തന്നെ പ്രസ് റിലീസും ചെയ്യും. അല്ലെങ്കിൽ കുറച്ചധികം സെലക്റ്റഡായ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ വിളിച്ചിട്ട് അവർക്ക് ഒരു ഡിസ്പ്ലേയും ഡെമോയും കൊടുത്തതായിട്ടായിരിക്കും ഈ പറയുന്ന ഡിവൈസ് പുറത്ത് പബ്ലിക്കലി റിലീസ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ എന്തായാലും ഈ പറഞ്ഞ ഒക്ടോബറിൽ ഒരു ഇവൻ്റ് വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. ആൻഡ് പുതിയ ബീറ്റാസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആപ്പിൾ ഇപ്പോഴും ഒരു വീക്ക്ലി സൈക്കിളിലേക്ക് വന്നിട്ടില്ല. അങ്ങനെ വരികയാണെങ്കിൽ നെക്സ്റ്റ് വീക്കിൽ എന്തായാലും ഒരു ബീറ്റ 3 നമുക്ക് ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഒന്നെങ്കിൽ ഒക്ടോബർ അവസാനം അല്ലെങ്കിൽ നവംബർ ഫസ്റ്റ് വീക്കിലേക്കായിരിക്കും നമുക്ക് iOS 26.1 ഒഫീഷ്യൽ അപ്ഡേഷൻ ലഭിക്കാനുള്ള ചാൻസ്. സോ ഇതൊക്കെയാണ് നമ്മുടെ iOS 26.1 ബീറ്റ 2 പുതിയ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഇതേപോലെ റെഗുലറായിട്ട് ആപ്പിൾ അപ്ഡേറ്റ്സ്, ടിപ്സ്, ട്രിക്സ് എല്ലാം അറിയാമെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്യാം, അത് പക്ഷെ നമുക്ക് വലിയ കാര്യം തന്നെയാണ്. സോ ഇപ്പം തന്നെ മറന്നു പോകാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സോൾ വീഡിയോ. ദിസ് ഇസ് Ebin Xavier signing from Evika.